കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 240 കോടി 30 ലക്ഷം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. മാള ഗ്രാമപഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയ നിർമ്മാണത്തിനും 15 കോടി രൂപ വകയിരുത്തി. കടുത്ത സാമ്പത്തിക തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കേരളം സാമ്പത്തിക കുതിപ്പുമായി മുന്നേറുന്നതിന് കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ. തീരപ്രദേശവാസികളുടെ പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചതെന്നും എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. അതിരപ്പള്ളി വനമേഖലയിൽ മുതലകൾ പെരുകുന്നു. പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ കൂട്ടമായി പാറപ്പുറങ്ങളിലടക്കമുള്ള സ്ഥലങ്ങളിൽ കയറിക്കിടക്കുന്നത് പതിവാകുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 240 കോടി 30 ലക്ഷം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. മാള ഗ്രാമപഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയ നിർമ്മാണത്തിനും 15 കോടി രൂപ വകയിരുത്തി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൽ ചികിത്സാ പ്രവർത്തനം പൂർണ്ണമായി സജ്ജീകരിക്കൽ 5 കോടി. മാള ടൗൺ പോസ്റ്റ് ഓഫീസ് റോഡ് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടി മാള ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പൂർത്തീകരണത്തിന് 10 കോടിയും വകയിരുത്തിയതായി വി.ആർ. സുനിൽകുമാർ എം.എൽ.എയുടെ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. പുത്തഞ്ചിറ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ സൗത്ത് പുതിയ കെട്ടിട നിർമ്മാണം 1.25 കോടി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് KKTM കോളേജ് പുല്ലൂറ്റ് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണം 2.25 കോടി. ഗവൺമെന്റ് എൽ.പി. സ്കൂൾ കൊടുങ്ങല്ലൂർ ടൗൺ പുതിയ കെട്ടിടം 1.25 കോടി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം നിർമ്മാണം 1.50 കോടി. മേത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം 1 കോടി. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പുതിയ കെട്ടിടം 1 കോടി. അന്നമനട ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയ നിർമ്മാണം 2 കോടി. മാളക്കടവ് സംരക്ഷണ പദ്ധതി അനുബന്ധ സൗകര്യങ്ങൾ K.A. തോമസ് മാസ്റ്റർ സ്മാരക രാഷ്ട്രീയ മ്യൂസിയം പൂർത്തീകരണം ഫേസ് 2 ഹെറിറ്റേജ് പ്രൊജക്ട്സ് ലിമിറ്റഡ് 1.75 കോടി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം പൂർത്തീകരണം 2.5 കോടി. അന്നമനട പാലിപ്പുഴ സ്ലൂയിസ് കം ബ്രിഡ്ജ് 55 കോടി. ഗവൺമെന്റ് KKTM കോളേജ് ഗ്രൗണ്ടിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം 5 കോടി. മാളാചുങ്കം കൊമ്പത്തുകടവ് റോഡ്, പൊയ്യ മണലിക്കാട് പൊയ്യക്കടവ് റോഡ്, കുഴൂർ കുണ്ടൂർ റോഡ്, കല്ലൂർ ആലത്തൂർ കോട്ടമുറി റോഡ്, അഷ്ടമിച്ചിറ മാരേക്കാട് കുന്നത്തേരി റോഡ്, ചെട്ടിപ്പറമ്പ് റോഡ്, മാമ്പ്ര തീരദേശം റോഡ്, കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റൽ റോഡ്, അരിപ്പാലം വള്ളിവട്ടം റോഡ്, പുല്ലൂറ്റ് പുത്തഞ്ചിറ റോഡ്, തുമ്പൂർ തൊമ്മാന പുത്തഞ്ചിറ റോഡ്, കാവനാട് റോഡ്, എരയാംകുടി റോഡ്, മാമ്പ്ര കൂട്ടാലപ്പാടം റോഡ്, വാളൂർ കൊരട്ടി റോഡ് 4.40 കോടി. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വാർഡ് 39 കാത്തോളിത്തോട് സംരക്ഷണം 1.8 കോടി. പൊയ്യ മണലിക്കാട് റോഡിലെ എലിച്ചിറ പാലം നിർമ്മാണം 3 കോടി. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കുടിവെള്ള പദ്ധതി പുനരുദ്ധാരണം 75 കോടി. പൊയ്യ അടാക്ക് ഫിഷ് ഫാം എക്കോ ടൂറിസം പദ്ധതി 15 കോടി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൂനൻ പാലത്തിന് സമീപം സ്ഥിരം തടയണ നിർമ്മാണം 1 കോടി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ പുതിയ ബഹുനില കെട്ടിടത്തിൽ ചികിത്സാ പ്രവർത്തനം പൂർണ്ണമായി സജ്ജീകരിക്കൽ 5 കോടി. മാള ടൗൺ പോസ്റ്റ് ഓഫീസ് റോഡ് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടി മാള ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പൂർത്തീകരണം 10 കോടി. കൂടാതെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് 8.92 കോടി വകയിരുത്തിയത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ജലോത്സവത്തിന് കൂടുതൽ മാറ്റുകൂട്ടും. ടൂറിസത്തിന് 385.02 കോടി രൂപയും ചരിത്ര ഗവേഷക കൗൺസിലിന് 13 കോടി രൂപയും ഉൾപ്പെടുത്തിയതും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ടൂറിസം വികസനത്തിനും മുസ്ലിസ് പദ്ധതികൾക്കും ഏറെ ഗുണകരമാകുമെന്നും വി.ആർ. സുനിൽകുമാർ എം.എൽ.എയുടെ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കടുത്ത സാമ്പത്തിക തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കേരളം സാമ്പത്തിക കുതിപ്പുമായി മുന്നേറുന്നതിന് കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റെന്നും തീരപ്രദേശവാസികളുടെ പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കയ്പമംഗലം എം.എൽ.എ. ഇ.ടി. ടൈസൺ. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി എം.എൽ.എ. പ്രത്യേകമായി സമർപ്പിച്ച പദ്ധതിയാണ് പ്രാദേശിക കുടിവെള്ള പദ്ധതി. എടത്തുരുത്തി പഞ്ചായത്തിൽ തനത് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നതിന് ചുവട് പിടിച്ചുകൊണ്ട് കയ്പമംഗലം മണ്ഡലത്തിലെ പ്രാദേശിക കുടിവെള്ള പദ്ധതിക്കായി, പ്രത്യേകിച്ച് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്കായി 200 ലക്ഷം രൂപയാണ് ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ഇത് വരുംകാലത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും.
കയ്പമംഗലം നിവാസികളുടെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യമാണ് കയ്പമംഗലത്ത് ഒരു മിനി ഹാർബർ. ഇതിനായി ബഡ്ജറ്റിൽ 7 മിനി ഹാർബർ പൂർത്തീകരണത്തിനായി 65 കോടി രൂപ വകയിരുത്തിയതിൽ കയ്പമംഗലത്തെ മിനി ഹാർബർ ആണ് ഉള്ളതെന്നും ഈ പ്രദേശവാസികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന വസ്തുതയാണ്. നിയോജക മണ്ഡലത്തിൽ ചിതറിക്കിടക്കുന്ന ഗവൺമെന്റ് ഓഫീസുകളുടെ ഏകീകരണത്തിനായി ശ്രീനാരായണപുരം കേന്ദ്രീകരിച്ച് മിനി സിവിൽ സ്റ്റേഷനും പെരിഞ്ഞനം 3 പീടിക ജംഗ്ഷൻ മാർക്കറ്റ് കെട്ടിടവും ഇതിന് ഈ വർഷത്തെ കേരള ബജറ്റിൽ അനുമതി നൽകിയതും ഈ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ്. തീരദേശ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മാറ്റി സ്ഥാപിക്കേണ്ട സ്ഥിതിയാണുള്ളത്. എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപ കൂടി ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ആയുർവേദ മേഖലയിലെ ചികിത്സയ്ക്കായി കൂടുതൽ പേരും ആശ്രയിക്കുന്ന ശാന്തിപുരം VKSM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപ കൂടി ബജറ്റിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുജന കൂട്ടായ്മയിലൂടെ കേരളത്തിൽ തന്നെ ആദ്യമെന്ന് പറയത്തക്ക രീതിയിൽ സ്വന്തമായി കളിസ്ഥലം വാങ്ങി കുട്ടികളുടെ വികാസത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി നാന്ദി കുറിച്ച പ്രവർത്തനം ഏറ്റെടുത്ത ഈ വർഷത്തെ ലൈബ്രറി ഗ്രേഡിംഗിൽ A+ നേടിയ കളരിപ്പറമ്പ് വായനശാലയുടെ കളിസ്ഥലം നിർമ്മാണത്തിനായി ബഡ്ജറ്റിൽ 1 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എടവിലങ്ങ് വാതക ക്രിമിറ്റോറിയത്തിനായി ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തി. പടിഞ്ഞാറെ വെമ്പല്ലൂർ LP സ്കൂൾ ശതാബ്ദി മന്ദിരം പണികഴിപ്പിക്കുന്നതിനും GLPS പാപ്പിനിവട്ടം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും വേണ്ടി ബജറ്റിൽ 2 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. എടത്തിരുത്തി ഇരിങ്ങാലക്കുട ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എടത്തിരുത്തി ഉപ്പുന്തുരുത്തി പാലത്തിനായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് കളിസ്ഥലം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്, പടിയൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചക്കരപ്പാടം പാലം, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കളിസ്ഥല നിർമ്മാണത്തിനായി 1.5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിനായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ കേന്ദ്ര നിർമ്മാണത്തിനായി 1 കോടി രൂപയും അഴീക്കോട് പടന്ന മുതൽ എടത്തിരുത്തി പാലപ്പെട്ടി വരെ ഉൾനാടൻ റോഡ് നവീകരണത്തിനായി 8 കോടിയും എടത്തിരുത്തി ITI പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 1.5 കോടി രൂപയും വകയിരുത്തി. എടവിലങ്ങ് പകൽ വീട് നിർമ്മാണത്തിനും മത്സ്യത്തൊഴിലാളികൾക്കായി പടിഞ്ഞാറെ വെമ്പലൂർ കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിനായും 2 കോടിയും എടവിലങ്ങ് വയോജന കേന്ദ്ര നിർമ്മാണത്തിനായി 3 കോടി, അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി 3 കോടി ബജറ്റിൽ തുക വകയിരുത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച തീരദേശ മേഖലയ്ക്കായുള്ള പ്രത്യേക പാക്കേജും പുനർഗേഹത്തിന് അധിക തുക അനുവദിച്ചതും ലൈഫ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഫണ്ട് അനുവദിച്ച ഗുണഫലങ്ങൾ കയ്പമംഗലത്തിന് ലഭിക്കുമെന്നും ഇങ്ങനെ സമസ്ത മേഖലകളെയും തൊട്ടറിഞ്ഞ മണ്ഡലത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ കലാകായിക മത്സ്യബന്ധന തീരദേശ വികസനം എന്നീ മേഖലകളിൽ ആവശ്യ പരിഗണന നൽകിയ ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് ഏറെ പ്രയോജനപ്രദമാണെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അതിരപ്പള്ളി വനമേഖലയിൽ മുതലകൾ പെരുകുന്നു. ചാലക്കുടി പുഴയുടെ തീരങ്ങളിലാണ് ഇവ തമ്പടിക്കുന്നത്. പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ കൂട്ടമായി പാറപ്പുറങ്ങളടക്കമുള്ള സ്ഥലങ്ങളിൽ കയറിക്കിടക്കുന്നത് പതിവായി മാറി. മനുഷ്യരെ ആക്രമിച്ച സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ പുഴയിലേക്ക് ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് വനംവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പുഴയിലെ മത്സ്യസമ്പത്ത് കുറയുന്നതോടെ ഇവ കരയിൽ കയറി ഭക്ഷണം കണ്ടെത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ സഞ്ചാരികൾ അടക്കമുള്ളവർ പുഴയോരത്തെത്തിയാൽ മുതലകളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. പ്രളയത്തിന് ശേഷമാണ് ഇത്രയധികം മുതലകളെ ഈ മേഖലകളിൽ കണ്ടു തുടങ്ങിയത്. കുപ്രസിദ്ധ മയക്കുമരുന്ന് ഗുണ്ട അറസ്റ്റിൽ. തൃശൂർ ജില്ലയിലെ കുപ്രസിദ്ധ മയക്കുമരുന്ന് കുറ്റവാളിയായ കരുവന്നൂർ നെടുപ്പുരയ്ക്കൽ വീട്ടിലെ ഷമീറിനെയാണ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത്. 2010 ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസിലും 2012, 2014 വർഷങ്ങളിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസുകളിലും 2023 വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ MDMA വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസിലും 2024 മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 95 ഗ്രാം MDMA വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസിലും ഉൾപ്പെടെ 9ഓളം കേസുകളിൽ പ്രതിയാണ്. മണ്ണുത്തി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുവാനിരിക്കെയാണ് കാപ്പ് ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് പ്രതിയെ 6 മാസത്തേക്ക് തടങ്കിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിഞ്ഞാലക്കുട പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ്, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വിജയകുമാർ എന്നിവർ കാപ്പ് ചുമത്തുന്നതിലും അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ നിർമ്മിച്ച AI റിസപ്ഷനിസ്റ്റ് സ്കൂളിന് സമർപ്പിച്ചു. മികച്ച PTAയ്ക്കുള്ള സ്റ്റേറ്റ് PTA അവാർഡിന്റെ സ്മാരകമായി PTAയുടെ സാമ്പത്തിക സഹകരണത്തോടെയാണ് കുട്ടികൾ AI റിസപ്ഷനിസ്റ്റ് നിർമ്മിച്ചത്.
ഓണം ക്രിസ്മസ് വെക്കേഷനുകളിലായി SN പുരം എയറോ ലാബിന്റെ സഹകരണത്തോടെ AI റോബോട്ടിക് ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുത്ത കുട്ടികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സ്കൂളുമായി ബന്ധപ്പെട്ട ഏത് വിവരങ്ങളും രക്ഷിതാക്കൾക്ക് ഇനി പരസഹായം കൂടാതെ റിസപ്ഷനിസ്റ്റിൽ നിന്ന് അറിയാൻ കഴിയും. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA റിസപ്ഷനിസ്റ്റിനെ സ്കൂളിന് സമർപ്പിച്ചു. PTA പ്രസിഡന്റ് CM ജിഗുനു അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ എന്നിവർ മുഖ്യാതിഥികളായി. പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, MPTA പ്രസിഡന്റ് റഹിനിയാത്ത് അൻസാരി, ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ജോജി ജോസഫ്, പുതിയകാവ് AMUPS മാനേജർ MK സൈഫുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം തുടങ്ങിയവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ചാലക്കുടി നഗരസഭ ചെയർമാനായി സ്ഥാനമേറ്റ ഷിബു വാലപ്പന് ചാലക്കുടി പ്രസ് ഫോറം സ്വീകരണം നൽകി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി, ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ടൗൺ ഇമാം ഹാജി ഹുസൈൻ ബാഗവി, N കുമാരൻ, മുൻ ചെയർമാൻ BO പൈലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, പ്രീതി ബാബു, ആനി പോൾ, വാർഡ് കൗൺസിലർ റോസി ലാസർ, കൗൺസിലർമാരായ വത്സൻ ചമ്പക്കര, KV പോൾ, S ശ്രീദേവി, ജിജി ജോൺസൺ, ജിതി രാജൻ, ലിബി ഷാജി, സുധാ ഭാസ്കരൻ, തോമസ് മാളിയേക്കൽ, സൗമ്യ വിനീഷ്, ബ്ലോക്ക് മെമ്പർ ലീന ഡേവിസ്, പ്രസ് ഫോറം സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ്, മുൻ പ്രസിഡന്റുമാരായ KN വേണു, ലാലുമോൻ ചാലക്കുടി, KK ഷാലി, അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, അഡ്വക്കേറ്റ് സഞ്ജയൻ പറമ്പിക്കാട്ടിൽ, വിൽസൺ മേച്ചേരി, മധു ചിറക്കൽ, തോമസ് കോമ്പാറ, MS സദാനന്ദൻ, KB ബിനേഷ്, ലിക്സൺ വർഗീസ്, വിബി സമ്പാളൂർ, ജെനിൽ ജെയ്സൺ, ശ്രീദേവി കയമ്പത്ത്, ജിനു മേച്ചേരി, ആഷിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്കുളം പഞ്ചായത്തിലെ ദുർഭരണത്തിനും പ്രതിപക്ഷ മെമ്പർമാരോടുള്ള അവഗണനയ്ക്കും ജലനിധി പദ്ധതി നടത്തിപ്പിലെ അഴിമതിക്കും ചീപ്പൂച്ചിറ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേടിനുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OG ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AA മുസമിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് നേതാക്കളായ കമാൽ കാട്ടകത്ത്, EV സജീവ്, ധർമ്മജൻ വില്ലേടത്ത്, A ചന്ദ്രൻ, AR രാംദാസ്, V മോഹൻദാസ്, സാബു കണ്ടത്തിൽ, പഞ്ചായത്ത് മെമ്പർ ഷംസു വെളുത്തേരി, നസീമ നാസർ, MH ബഷീർ, കൃഷ്ണകുമാർ, മഞ്ജു ജോർജ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, കബീർ കരുമാത്ര, റിയാസ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ സർഗോത്സവം നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ക്ലബ് ത്രോ ഇന്റർനാഷണൽ ഗോൾഡ് മെഡൽ ജേതാവ് മാസ്റ്റർ അഹമ്മദ് അഫ്താഫിനെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ CS സുമേഷ്, AEO മൊയ്തീൻകുട്ടി, PA മോഹൻരാജ്, പ്രധാനാധ്യാപിക ഉഷാദേവി എന്നിവർ പ്രസംഗിച്ചു. വെള്ളാങ്കല്ലൂർ കാരുമാത്ര തെക്കുംകര ശ്രീധർമ്മ പരിപാലന യോഗം വക ശ്രീ കുമാരേശ്വര ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും ധ്വജപ്രതിഷ്ഠയും അലങ്കാര കൊടിക്കയറ്റൽ ചടങ്ങുകളും നടന്നു. തുടർന്ന് വൈകിട്ട് കുടുംബക്ഷേത്രങ്ങളിൽ നിന്നുള്ള തണ്ടിക വരവിന് സ്വീകരണം, ധർമ്മദൈവ സംഗമം എന്നിവയ്ക്ക് ശേഷം തൈപ്പൂയ മഹോത്സവത്തിനും കൊടിയേറി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ് തൈപ്പൂയ മഹോത്സവം. ആ ദിനത്തിൽ കാവടി അഭിഷേകം, കാഴ്ച ശീവേലി എന്നിവ നടക്കും. 12 വൈകിട്ട് പൊങ്കാല സമർപ്പണം, 13 ആറാട്ട് എന്നിവയോടെ ഉത്സവം സമാപിക്കും. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറാന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ ഭാഗമായ ടൗൺ അമ്പ് ഫെബ്രുവരി 8 ശനിയാഴ്ച ആരംഭിക്കും. രാവിലെ 10 മണിക്ക് സൗത്ത് ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 7 മണിക്ക് സൗത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മതസൗഹാർദ്ദ സമ്മേളനത്തിന് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആഘോഷപൂർവമായ അമ്പ് പ്രദർശനം ആരംഭിച്ച് വൈകിട്ട് 10 മണിയോടുകൂടി പള്ളിയിൽ സമാപിക്കും. 10 തിങ്കളാഴ്ച രാവിലെ നോർത്ത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മേളപ്പെരുമയോടെ അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 7:30 വെള്ളിക്കുളം റോഡിൽ എൽറോയ് ബിൽഡിംഗിൽ നിന്നും വിശുദ്ധന്റെ രൂപം വണങ്ങിയ ശേഷം
ബാൻഡ് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടുകൂടി വിശുദ്ധന്റെ രൂപം അലങ്കരിച്ച രഥത്തോടുകൂടി പ്രദർശനം ആരംഭിക്കുന്നു. രാത്രി 11 മണിക്ക് പ്രദർശനം പള്ളിയിൽ സമാപിക്കും. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ, സെക്രട്ടറി ബിനു മഞ്ഞളി, ദേവസിക്കുട്ടി പനേക്കാടൻ, ജനറൽ കൺവീനർ ബാബു മേലെടുത്ത്, ഷൈജു പുത്തൻപുരയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് JCI ചാലക്കുടി തിരുനാൾ എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7, 8, 9, 10 തീയതികളിലായി അവതാർ വേൾഡ് എന്ന പേരിൽ വ്യത്യസ്തമായ എക്സിബിഷനാണ് ഒരുക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ യൂജിൻ ജോസഫ്, ദിലീപ് ചീരോത്തി, ജോൺ പോൾ, ഷാരോൺ പോൾ, ഡയറ്റ്സ് ഡേവിസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 240 കോടി 30 ലക്ഷം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ബഡ്ജറ്റ്. മാള ഗ്രാമപഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയ നിർമ്മാണത്തിനും 15 കോടി രൂപ വകയിരുത്തി. കടുത്ത സാമ്പത്തിക തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കേരളം സാമ്പത്തിക കുതിപ്പുമായി മുന്നേറുന്നതിന് കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റെന്ന് ET ടൈസൺ MLA. തീരപ്രദേശവാസികളുടെ പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചതെന്നും MLA അഭിപ്രായപ്പെട്ടു. അതിരപ്പള്ളി വനമേഖലയിൽ മുതലകൾ പെരുകുന്നു. പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ കൂട്ടമായി പാറപ്പുറങ്ങളിലടക്കമുള്ള സ്ഥലങ്ങളിൽ കയറിക്കിടക്കുന്നത് പതിവാകുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.